ഹായ് ഹലോ ബദ്ലഹേം കുടുംബ യൂണിറ്റ് നിവിൻ പോളിയും അമിതാഭ് ബൈജു കോംബോയിൽ ഗിരീഷ് ഷെഡി ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ സിനിമയായ ബദ്ലഹേം കുടുംബ യൂണിറ്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. സാധാരണ നമ്മൾ സംസാരിക്കുമ്പോൾ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പരിപാടിയെ കുറിച്ച് ആ സൈഡിൽ സംസാരിക്കാറില്ല. പക്ഷേ ഇവിടെ സംസാരിക്കേണ്ടി വരും ഭാവന സ്റ്റുഡിയോ. നമ്മുടെ ഫഹദ് ഫാസിൽ, ദിലീഷ് പോത്തൻ, ശ്യാം പുഷ്കരൻ ടീമിൻ്റെ ഭാവന സ്റ്റുഡിയോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു പ്രതീക്ഷ കൂടി ഈ സിനിമയെ സമീപിക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ട്. ആ പ്രതീക്ഷ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ തൂക്കി, ഓണം തൂക്കി. നിവിൻ പോളിയും അതുപോലെ തന്നെ ഭാവന സ്റ്റുഡിയോസും ഗിരീഷ് ഷേഡിയും എല്ലാവരും കൂടി തൂക്കിയെന്ന് പറഞ്ഞാൽ പോരാ, തൂക്കി പറത്തി. കിടിലം പരിപാടി. കിടിലം പരിപാടി എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ ഗിരീഷ് ഷേഡിയുടെ ഒരു സിനിമ പരിപാടി ചെറിയ ഒരു ഫ്ലോട്ട് എടുത്തിട്ട് അത് കഥാപരിസരം തന്നെ വളരെ ചെറിയ ഒരു ഏരിയയിൽ നിന്നാണ് അദ്ദേഹം കഥ പറയുന്നത്. ഒരു ഫാമിലി പരിപാടിയൊക്കെ ആയിരിക്കാം. പക്ഷേ അവരതിൽ കൊടുത്തിട്ടുള്ളൊരു ഒരു 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 പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൺ, ഫുൾ ഫൺ. നമുക്ക് ഒരു തരത്തിലും ലാഗടിക്കാതെ എന്താ പറയുക, മുഷിപ്പില്ലാതെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഈ ഓണത്തിന് ഫാമിലിക്ക് ഫാമിലി ആയിട്ട് കയറി കാണാവുന്ന പരിപാടി നിവിൻ പോളി ഓണം തൂക്കി. എനിക്ക് തോന്നുന്നു ഒരു അനദർ 100+ നിവിൻ പോളിയുടെ അടുത്തൊരു 100 കോടിക്ക് മുകളിലൊരു പരിപാടി ലോഡിംഗ് ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പൊളിച്ചിട്ടുണ്ട് പരിപാടി. ക്യാമറ ചെയ്തിരിക്കുന്നത് അമൽ സാബു, എഡിറ്റ് ചെയ്തിരിക്കുന്നത് ആകാശ് ജോസഫ് വർഗീസ്. ഇതിൽ കാസ്റ്റ് എന്നൊക്കെ പറയുന്നത് സാധാരണ ഗിരീഷ് ഷേഡിയുടെ സിനിമകളിൽ കാണുന്ന സ്ഥിരം കാസ്റ്റ് പരിപാടിയുണ്ട്. അതിലേക്ക് നിവിൻ പോളി കൂടി വരുമ്പോഴുണ്ടാകുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ആ ഒരു നിവിൻ പോളിയുടെ ഒരു ഓറയും സ്ക്രീൻ പ്രസൻസും പിന്നെ നിവിൻ പോളിയുടെ കുറച്ച് പരിപാടി അത് നിങ്ങൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുക. ഒരു നാണം വരുന്ന ഒരു പഴയ നമ്മുടെ നിവിൻ പോളിയില്ലേ, തട്ടത്തിമറയത്ത് പരിപാടിയിലൊക്കെ അത് ഇവിടെ കൃത്യമായിട്ട് കാണാം. ഓൾറെഡി നമ്മൾ സർവമായ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ധർമ്മമായയിൽ കൂടെ നിവിൻ പോളി ഓൾറെഡി കംബാക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ കാണാത്ത വേറൊരു പരിപാടി ഇതിനകത്തുണ്ട് ബദ്ലഹേം കുടുംബ വീട്ടിൽ. ഒപ്പം നമ്മുടെ വിനയ് ഫോർട്ട് ഉണ്ട്, സുരേഷ് കൃഷ്ണ, സൃന്ദ നല്ലൊരു ക്യാരക്ടർ ചെയ്യുന്നു. അങ്ങനെ കുറച്ച് പുതിയ ക്യാരക്ടർ കൂടി ഗിരീഷ് ഷേഡിയുടെ പടത്തിൽ വരുന്നുണ്ട്. പക്ഷേ ഓൾമോസ്റ്റ് ഗിരീഷ് ഷേഡിയുടെ മുൻപുള്ള സിനിമകളിൽ കാണുന്ന അതേ കാസ്റ്റ് പരിപാടികൾ തന്നെയാണ്. പക്ഷെ നമുക്ക് ബോറടിക്കുന്നില്ല. അവരെ തന്നെ വീണ്ടും കാണുമ്പോൾ അങ്ങനെ ബോറടി പ്രത്യേകിച്ച് പരിപാടികളൊന്നും അങ്ങനെ തോന്നിയിട്ടില്ല. കാസ്റ്റ് കലക്കനായിട്ടുണ്ട്, പെർഫോമൻസ് വൈസ് അടിപൊളിയായിട്ടുണ്ട്. പ്രൊഡക്ഷൻ ക്വാളിറ്റി ഭാവന സ്റ്റുഡിയോസ് ആകുമ്പോൾ പ്രൊഡക്ഷൻ ക്വാളിറ്റി നമുക്ക് അതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. ഓരോ ഫ്രെയിം ടു ഫ്രെയിം പരിപാടികളൊക്കെ ഔട്ട്ഡോർ ഷൂട്ട് തന്നെയാണ് കൂടുതൽ പോയിട്ടുള്ളത്. ഔട്ട്ഡോർ സീനുകളാണ് കൂടുതലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒന്നും എന്താ പറയുക, പ്രൊഡക്ഷനിലൊരു ക്വാളിറ്റി കുറവോ പരിപാടികളൊന്നും ഇല്ലാതെ തന്നെ ഗംഭീരമായിട്ട് ഫ്രെയിം ടു ഫ്രെയിം അവർ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് മ്യൂസിക് വിഷ്ണു വിജയ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് പ്രേമലുവിൻ്റെ ഒരു ഒരു ട്രാക്ക് പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ തോന്നി. അത് മോശമാണെന്നല്ല പറയുന്നത്, അടിപൊളിയായിരുന്നു. എനിക്ക് ഒരു സോങ് എനിക്ക് കുറച്ചുകൂടി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ബാക്കിയൊക്കെ എനിക്കൊരു ആവറേജ് പരിപാടിയായിട്ടൊക്കെ തോന്നി. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് വിഷ്ണു വിജയ്. എന്താ പറയുക, ടെക്നിക്കൽ ആസ്പെക്ട്സ് ആണെങ്കിലും പെർഫോമൻസ് വൈസ് ആണെങ്കിലും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് പെർഫോമൻസിൽ എനിക്ക് കുറച്ചുകൂടി അടിപൊളിയായിട്ട് തോന്നിയത് ഓൾറെഡി മമിതയും നിവിൻ പോളിയൊക്കെ കിടിലനാണ്, സംഗീത് പ്രതാപ് കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ സുരേഷ് കൃഷ്ണ പുള്ളിയുടെ കൗണ്ടർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടില്ല കൗണ്ടറാണ്. നമ്മൾ ഒരു സീനിൽ കുറേ പേരുള്ള സമയത്തൊക്കെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും ചിലപ്പോൾ കൃഷ്ണനെ ഫോക്കസ് ചെയ്യാതെ അദ്ദേഹം ഡയലോഗ് പറയുന്നതായിട്ടായിരിക്കില്ല നമ്മളവിടെ കാണിക്കുന്നത്. ഒരു സീൻ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. ആ സമയത്ത് ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും സുരേഷ് കൃഷ്ണ ഡയലോഗ് പറയുന്നത്. കിട്ടില്ല പരിപാടിയാണ് കൊടുത്തിട്ടുള്ളത്. കാരണം കൗണ്ടർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അടിച്ചടിച്ചടിച്ചടിച്ച് പോയിക്കൊണ്ടാണ്. ഒരാൾ കൗണ്ടർ പറയും, അടുത്ത ആൾ മറു കൗണ്ടർ പറയും, പിന്നെ അപ്പം തന്നെ അടുത്തത് പൊട്ടിക്കും. ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് കുറേ കൗണ്ടർ ഉണ്ട്. പ്രത്യേകിച്ച് എന്താ പറയുക, ജെൻസി പിള്ളേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ കൗണ്ടറുകളുണ്ട്. ഒപ്പം തന്നെ ഫാമിലിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പരിപാടിയായിട്ടാണ്, ഒരു ഫൺ പരിപാടിയായിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടുള്ള ഒരു പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ജെൻസി പിള്ളേരുടെ കുറേ ഓർബിറ്റ് ഗോസ്റ്റിംഗ് എന്നൊക്കെ പറയുന്ന പോലെ കുറേ വാചകങ്ങൾ ഉണ്ടല്ലോ. ശരിക്കും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ ജെൻസി പിള്ളേരിൽ ഇത് അടിച്ചേൽപ്പിക്കുന്നതായിട്ട്. അത് ഈ സിനിമയിൽ കൃത്യമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം മമിതയുടെ ക്യാരക്ടർ ജെൻസി ആയിട്ടുള്ളൊരു ഒരു പ്രായത്തിലുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഗോസ്റ്റിംഗ് ഓർബിറ്റ് അതൊക്കെയല്ലേ നിങ്ങളുടെ ഇപ്പോഴത്തെ എന്താ പറയുക ലാംഗ്വേജസ് നിന്ന് നിവിൻ പോളി ചോദിക്കുന്നുണ്ട്. അപ്പോൾ മമിത പറയുന്നത് ഞാൻ അങ്ങനെയൊന്നും പറയാറില്ല, എനിക്കതൊന്നും അറിയാൻ പാടില്ല. അപ്പോൾ ശരിക്കും അതാണ് റിയാലിറ്റി, അതാണ്. കാരണം ജെൻസി പിള്ളേരുടെ മേലിൽ ഇത് അടിച്ചേൽപ്പിക്കുന്നതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്.
കാരണം അവർക്കറിയില്ല. അവർ ഇതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ അവർ കാണുമ്പോഴാണ് അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് പലർക്കും അറിയാവുന്നത്. അപ്പോൾ അതൊക്കെ ഭയങ്കര രസമായിട്ട് കാണിച്ചിട്ടുണ്ട്. പുതിയ കാലത്തെ കോമഡികളൊക്കെ നല്ല രസമായിട്ട് വർക്കായിട്ടുണ്ട്. പിന്നെ 1, 2 ഇടത്ത് എനിക്ക് ആവർത്തന രസത പോലെ തോന്നി. പ്രത്യേകിച്ച് പ്രേമലു പരിപാടിയൊക്കെ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു മമിത ഉള്ളതുകൊണ്ടായിരിക്കാം എനിക്കങ്ങനെ തോന്നിയത്. പക്ഷേ അത് നെഗറ്റീവായിട്ടൊന്നുമല്ല കേട്ടോ. ഞാൻ ഫുള്ളി എൻജോയ് ചെയ്തു. കാരണം തുടക്കം മുതൽ അവസാനം വരെ ഒരു തലത്തിലും മുഷിപ്പില്ലാതെ ലാഗില്ലാതെ കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ ആലോചിക്കുന്നത് ഗിരീഷ് ഷെഡിയുടെ ഒരു സിനിമാറ്റിക് പരിപാടി വളരെ ചെറിയ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് കഥ പറയുന്ന, വളരെ ചുരുക്കം കഥാപാത്രങ്ങളിൽ നിന്ന് വലിയ ഗിമ്മിക്കുകളൊന്നും കാണിക്കാതെ, എന്നാൽ അതിനൊരു ക്വാളിറ്റി ഉണ്ട്. നമുക്ക് ഒരു മടുപ്പില്ലാത്ത രീതിയിൽ അത് കൊണ്ടുപോകുന്നൊരു പരിപാടി. അത് ഗിരീഷ് ഷെഡി അയാളുടെ വിഷനാണ് കേട്ടോ, അതൊന്നും പറയാനില്ല. പ്രത്യേകിച്ച് നിവിൻ പോളിയും കൂടി ഈ സിനിമയിലേക്ക് ഇന്നാവുമ്പോൾ അവിടെ കിട്ടുന്നൊരു പരിപാടിയുണ്ട്. പിന്നെ നിവിൻ പോളിയുടെയും മമിതയുടെയും ഒരു കെമിസ്ട്രി പരിപാടി അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് റീസെൻ്റ്ലി മമിതയുടെ നമ്മുടെ സൂര്യയുടെ ആയിട്ടുള്ള സിനിമ ഇറങ്ങിയത്, അതും എനിക്ക് തോന്നുന്നു ഈ പറയുന്ന പോലെ ഒരുപാട് ഏജ് ഡിഫറൻസ് ആയിട്ടുള്ള 2 പേരുടെ പ്രണയം പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയാണ് സൂര്യയുടെയും മമിതയുടെയും ഇപ്പോൾ ലാസ്റ്റ് തമിഴിൽ റിലീസ് ചെയ്ത പടം. ഏകദേശം ആ ഒരു ത്രെഡ് ഇവിടെയും ഉണ്ട്. ഏജ് ഗ്യാപ്പ് ഉള്ളവരുടെ ഒരു പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ അത് ഗംഭീരമായിട്ട് അവരിവിടെയും വർക്ക് ചെയ്ത് വിജയിപ്പിക്കുന്നു എന്നുള്ളതാണ്. അത് ഗിരീഷ് ഷെഡിയുടെ മിടുക്കാണ്. അത് കുറേ കോമഡികളും പരിപാടികളൊക്കെ ചെയ്തിട്ടുള്ള കൊള്ളാം, കിടിലൻ പരിപാടി. പിന്നെ നമ്മുടെ പ്രേമലുവിലെ ജെ.കെ എന്ന് പറഞ്ഞ പുള്ളി നല്ലൊരു ക്യാരക്ടർ ചെയ്തിട്ട്, അത് എനിക്ക് തോന്നുന്നു പ്രേമലുവിൻ്റെ ഒരു തുടർച്ച എന്നോളം എനിക്കതൊരു ഇത്തിരി ഇതായെന്ന് തോന്നുന്നു. എനിക്ക് ഒരു റിപ്പീറ്റ് പരിപാടിയായിട്ട് എനിക്ക് തോന്നി കേട്ടോ അവിടെ ആദിയുടെ ക്യാരക്ടർ. കാരണം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, കാരണം ആ കാസ്റ്റ് സെയിം പ്രേമലുവിൻ്റെ ഒരു വൈബ് തന്നെയാണ് സെയിം ഇവിടെയും പുള്ളിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ആ കാസ്റ്റെങ്കിലും മാറ്റി പിടിച്ചിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ആ ഒരു ആവർത്തന പരിപാടി ഒഴിവാക്കാമായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. അവിടെയൊക്കെ അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് എവിടേക്കോ ഒരു ആവർത്തന പരിപാടി എനിക്ക് തോന്നിയിട്ടുണ്ടെന്ന് ഞാൻ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം. പക്ഷേ സിനിമനെ ഒരു രീതിയിൽ അത് ബാധിക്കുന്നില്ല കേട്ടോ. അങ്ങനത്തെ കുറച്ച് വേണ്ടിയിരുന്നില്ല എന്നുള്ള സാധനം ഉണ്ടായെങ്കിൽ പോലും സിനിമനെ ബാധിക്കുന്നൊന്നുമില്ല. എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയൊക്കെ തന്നെയാണ്. OTT ഇറങ്ങിയതിന് ശേഷം ഒരുപാട് വൈറലാവാൻ സാധ്യതയുള്ള ഒരു സാധനമുണ്ട്. അത് നിവിൻ പോളിയുടെ ഒരു നാണോ എന്ന് പറയുന്ന ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് തിയേറ്ററിൽ ഭയങ്കര കയ്യടി ഉണ്ടാക്കിയൊരു രംഗമായിരുന്നു. കാരണം നിവിൻ പോളിയുടെ കുറേ നാളുകളായിട്ട് മിസ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, നമ്മൾ തട്ടത്തിമറയത്ത് തുടങ്ങി നിവിൻ പോളിയുടെ കാണുന്ന ഒരു ചമ്പലും നാണവും പരിപാടി. എനിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഓണം നിവിൻ പോളി തൂക്കുക എന്നുള്ളത്. അത് ഓണം നിവിൻ പോളിയും ഗിരീഷ് ഷെഡി, അതുപോലെ തന്നെ ഭാവന സ്റ്റുഡിയോസ്, ഫഹദ് ഫാസിൽ ടീം, ദിലീഷ് പോത്തൻ, അതുപോലെ തന്നെ ശ്യാം പുഷ്കരൻ, അങ്ങനെ എല്ലാവരും കൂടി വന്നിട്ട് ഓണം അങ്ങോട്ട് തൂക്കി പറത്തി